നമസ്കാരം. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി 2 ദിവസം മുൻപാണ് മോദി റഷ്യയിലെത്തിയതും പിന്നീട് അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയതും. റഷ്യയിലെത്തി മോദി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും സുപ്രധാന വിഷയങ്ങളിലടക്കം ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തു. റഷ്യയിലെത്തിയ മോദിയെ പുടിൻ തന്റെ ഇലക്ട്രിക് കാറിൽ കയറ്റി രാഷ്ട്രപതി ഭവനിൽ പര്യടനം നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇന്റർനെറ്റിൽ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വാഹനപ്രേമികൾക്ക് ചർച്ചയാക്കാനായി ഒരു വിഷയം കിട്ടുകയും ചെയ്തു. അത് ഇരുവരും സഞ്ചരിച്ച ആ ഇലക്ട്രിക് കാർ തന്നെയായിരുന്നു. ഗോൾഫ് കാർട്ടിനോട് സാമ്യമുള്ളതും എന്നാൽ വീതിയേറിയ ടയറുകളും ബൾക്കിയർ ഫ്രെയിമുമുള്ള ഒരു ഇലക്ട്രിക് കാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സവാരി ചെയ്യുന്നതായി വീഡിയോ ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. 4 സീറ്റുകളുള്ള ഇലക്ട്രിക് കാറിൽ 2 മുൻവശത്തുള്ള സീറ്റുകളും 2 ബക്കറ്റ് സീറ്റുകളും പിന്നിലേക്കുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗോൾഫ് കാർട്ട് അഥവാ ഗോൾഫ് ബഗ്ഗി എന്നും ഗോൾഫ് കാർ എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെറിയ മോട്ടറൈസ്ഡ് വാഹനമാണ്. എന്നാൽ പുടിൻ മോഡിയുമായി കറങ്ങിയ ഈ ഇലക്ട്രിക് കാർ ഏത് മോഡലാണെന്നോ ഏത് കമ്പനിയുടേതാണെന്നോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മോദിക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി സമ്മാനിക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയായിരുന്നു മോദിക്ക് സമ്മാനിച്ചത്. ഇതാദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹുമതി സ്വീകരിക്കുകയും ചെയ്യുന്നത്. 1698 സെന്റ് ആൻഡ്രൂവിന്റെ പേരിലുള്ള ഈ ബഹുമതി നൽകി തുടങ്ങിയത്. സിവിലിയന്മാർ അല്ലെങ്കിൽ സൈനിക മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾക്ക് നൽകി വരുന്നതാണ് ഈ ഒരു ബഹുമതി. 2019 പ്രഖ്യാപിച്ച പുരസ്കാരമായിരുന്നു കഴിഞ്ഞ ദിവസം മോദിക്ക് സമ്മാനിച്ചത്. ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് മോദി എന്ന നിലയ്ക്കായിരുന്നു ഈ ഒരു ബഹുമതി നൽകിയത്. മോദിയുടെ 2 ദിവസം നീളുന്ന സന്ദർശന വേളയിൽ ഈ ബഹുമതി പുടിനിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അതേസമയം 71-കാരനായ പുടിന്റെ വാഹനപ്രേമവും ഡ്രൈവിങ്ങിനോടുള്ള താല്പര്യമൊക്കെ വാർത്തയാണ്. ഇരുവരുടെയും വാഹന സഞ്ചാരത്തെ ഇന്ത്യയിലെയും റഷ്യയിലെയും വാഹന ലോകം ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ വാഹന വിപണി കൂടിയാണ്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം നിരവധി ബഹുരാഷ്ട്ര ബ്രാൻഡുകൾ രാജ്യം വിട്ടപ്പോൾ റഷ്യൻ വാഹന വ്യവസായത്തിന് തിരിച്ചടിയേറ്റിരുന്നു. അടുത്തിടെ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും റഷ്യ സന്ദർശിച്ചപ്പോഴും പുടിൻ തന്റെ ഔദ്യോഗിക കാറിൽ കിമ്മിനൊപ്പം സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് പുടിന്റെ ക്ഷണം സ്വീകരിച്ച കിം ജോങ് ഉന്ന് റഷ്യ സന്ദർശിച്ചിരുന്നു. അന്ന് ഓറസ് സെനറ്റ് ലിമോസിൻ കാറിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത്. അന്ന് തന്നെ കിം ജോങ് ഉന്നിന് വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഒരു ലിമോസിൻ കാർ പുടിൻ കിം ജോങ് ഉന്നിന് സമ്മാനിക്കുകയും ചെയ്തു. തന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിൽ 2ാമത്തെ ലിമോസിൻ കാർ സമ്മാനമായി നൽകാൻ പുടിൻ തീരുമാനിക്കുകയായിരുന്നു. കിമ്മിനൊപ്പം പുടിൻ കാറിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തുവരികയും ചെയ്തു. സോവിയറ്റ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന റെട്രോ സ്റ്റൈൽ ലിമോസിനായിരുന്നു കിമ്മിന് സമ്മാനിച്ച ഓറസ് സെനറ്റ്. പുടിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊന്നാണ് ഈ ഓറസ് സെനറ്റ്. കിം വാഹനപ്രേമിയാണെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. ആഡംബര വിദേശ വാഹനങ്ങളുടെ വലിയൊരു ശേഖരം കിമ്മിനുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മെയ്ബാക്ക് ലിമോസിൻ, മെഴ്സിഡസിന്റെ വിവിധ മോഡലുകൾ, റോൾസ് റോയ്സ് ഫാൻറ്റം, ലെക്സസ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നിങ്ങനെ കിമ്മിന്റെ കയ്യിൽ വാഹനങ്ങൾ ഏറെയാണ്. ഈ വർഷം സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പഴയ ടൊയോട്ട ഫാക്ടറിയിൽ റഷ്യ ഓറസ് ആഡംബര കാറുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു. ഈ വർഷം 40 ഓറസ് ബ്രാൻഡ് കാറുകൾ റഷ്യയിൽ വിറ്റുപോയെന്നാണ് റഷ്യൻ അനലിറ്റിക്കൽ ഏജൻസി ഓട്ടോസ്റ്റാറ്റ് വ്യക്തമാക്കുന്നത്.